നമ്മ വന്ന സ്ഥലം കൊണ്ടറങ്കി ഹിൽ, അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. മലയിലോട്ടാണ് നമ്മ കയറി പോകാൻ വേണ്ടി പോണേട്ടാ. അതിന്റെ ഷേപ്പ് തന്നെ നിങ്ങൾ നോക്കി, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് അല്ലെ. സാധാ ഞങ്ങള് കൊറേ ട്രിപ്പുകൾ പോയിട്ടുണ്ട്. അവിടെ നിന്ന് കൊറേ മലകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഷേപ്പ് ഭയങ്കര വ്യത്യാസം, ഭയങ്കര ഹൈറ്റും ഉണ്ട്. മൂടി നിക്കണോണ്ടിട്ട് അതിന്റെ ഫുള്ള് കാണാൻ കഴിയുന്നില്ല, അത്ര ഹൈറ്റിലാണ് നിക്കണത്. അത് ഞങ്ങള് ഇപ്പൊ ചെന്നാലേ ആ കൂടേന്റെ ഉള്ളിൽ കൂടെ കടന്ന് നമുക്ക് മേളിൽ ചെല്ലാൻ പറ്റും. പിന്നെ അവിടെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ വൈറ്റ് കാണുന്ന സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ഇങ്ങനെ കയറി പോണത്. ഇതാണ് അപ്പൊ അതിന്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. കണ്ടിട്ട് തന്നെ പേടിയാവണം, നല്ല കുത്തനെയുള്ള കയറ്റാണ്. ആർന്ന് പോയി ഇപ്പൊ തന്നെ ആകടങ്ങിയായി. ഞങ്ങളുടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇനി പകുതി പോലും ആയിട്ടില്ല. ഷിജാസിന്റെ പുറകില് വേപ്പില മരമാണ് നിൽക്കണം. വേപ്പിലാണ് ഷിജാസ്, വേപ്പില വേപ്പിലല്ലടാ, ഇത് വേറൊരു മരമാണ്. ഇത് വേപ്പിലല്ല. കാര്യം പറയട്ടെ. ഏകദേശം പകുതി വരെ എത്തിയപ്പോഴത്തേക്കും നമ്മളെയൊക്കെ കാറ്റ് തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതവിടെ ഒരു മരം കാണുന്നുണ്ട, വൈറ്റ്. അവിടം വരെ അല്ല, എന്നാലും കയറണം ഇനി. ഇപ്പൊ കണ്ടില്ലേ നമ്മളെ കിതക്കല് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവല്ലേ എവിടം വരെ ഇത്. സംസാരിക്കാൻ പറ്റില്ല പൊട്ടന്. ഇത് കണ്ടോ, നമ്മളേതി കൂടിയാണ് വരുന്നത്. ഇങ്ങനെ കുത്തനെയുള്ള കയറ്റോണ്ടാ. ഇവിടെ കൊറേ പാറകളുണ്ട് റൈറ്റ് സൈഡിലും. ഇതേപോലെ ആസ്വദിക്കണവര് മാത്രം ഇങ്ങോട്ട് വന്നാ മതി. അതേപോലത്തെ ഒരു സ്ഥലമാണ് ഇത്. വല്ലാത്തൊരു കയറ്റം തന്നെയാണ്. പല പല ലതാദികൾ, പല മൂലാദികൾ കാണാൻ നമുക്ക് വരുന്ന വഴിക്ക്. കാട്ടുചെടികൾ. അതെ, കണവണാക്ക്. നമ്മളിവിടെ വന്നപ്പോഴേക്ക് കുറച്ച് മലയാളികളെയൊക്കെ കണ്ടുപിടിച്ചിട്ടാണ്. അവരെയൊക്കെ പരിചയപ്പെട്ട്. മലപ്പുറത്തു നിന്നുള്ളവരുണ്ട്, പാലക്കാട് നിന്നുള്ളവരുണ്ട്. അതെ, ഇത് കൊച്ചി, ഇത് ഫോർട്ടച്ചി എന്നുള്ളവരാ. അതെ, ചാച്ചു വീഡിയോ പിടിക്കണം സ്പെക്കൊക്കെ ഇട്ട്. അല്ല, നമ്മ വന്ന വഴിയാണ്ടാ കാണാ താഴെ ആ വൈറ്റ് കളർ പോയേക്കണത്. എനിക്കും വയ്യ, വീടിനും വയ്യ. ട്രിപ്പ് വരുമ്പോ ആളുകള് എൻജോയ് ചെയ്യും. എൻജോയ് ചെയ്യാൻ പാടില്ല, കഷ്ടപ്പെടണം. അതെ, അതെ. ഇവിടെ നടന്നു വന്നതിന്റെ ഇടയില് ദിമുൽ ചെടിയിൽ കുടുങ്ങിയതിന്റെ ബ്ലഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും സൂക്ഷിക്കണം, സീനാണ്. പിന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലൊരു അമ്പലം ഉണ്ടെന്നാ പറയുന്നത്. അഡ്വഞ്ചർ അല്ലെ ശാസെ, അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കയറുന്ന സ്ഥലമാണ്. അത്രയൊന്നുമില്ല. അപ്പൊ ഹരിഹർ ഫോർട്ടിനെ കാട്ടി ഹൈറ്റ് ഉണ്ടെന്നാണ് പറയണത്. അല്ലേ? ഫൈനലി നമ്മള് റീച്ച് ആയിട്ടിരിക്കണാണ്. സ്ഥലം എത്തി, ഏറ്റവും ടോപ്പിലാണ്ട് ഇപ്പൊ നിക്കണ. ഈ മലയുടെ ഏറ്റവും ടോപ്പില്. നമ്മൾ നേരത്തെ താഴത്ത് കാണിച്ച പോലെ നടന്ന് കയറി ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം മോഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ഇപ്പുറത്തെ സൈഡ് കൊക്കയാണ്. ശരിക്കും പറഞ്ഞാൽ കൊക്കാന്ന് പറഞ്ഞാൽ ഇതാണ് കൊക്ക. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കൊക്കയാണ് നിങ്ങൾ കാണുന്നത്. ഈ മൂന്നാറ് അവിടെ ലൈഫിൽ നമ്മൾ ഇതുവരെ ഇത്രയും ഹൈറ്റിൽ കയറിയിട്ടില്ല.
ഹരിഹർ ഫോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെക്കാട്ടി അതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട് എന്തായാലും. അതെ. എന്നാലും ഇങ്ങനെ കേറി വന്ന വഴിക്ക് പല ഇതുണ്ട്, ചങ്ങല, അതെ, പല വീഴാൻ പോകും അതേ രീതിയിലുള്ള സ്കിപ്പർ വഴികളൊക്കെയാണ്, സ്ലിപ്പറി വഴികളാണ്. പക്ഷെ അതൊക്കെ കേറി വന്ന് കഴിഞ്ഞാല് ഭയങ്കര വണ്ടർഫുൾ. ഇപ്പൊ കോട വന്ന കാരണം ആ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ കാഴ്ച ഞാൻ കാണിച്ചു തരുന്നതാണ്, സീൻ കാണിച്ചു തരുന്നതാണ്. പക്ഷെ ഇപ്പൊ കോട തിങ്ങിയിട്ട് താഴ്ചയിലുള്ള വീഡിയോ കാണിച്ചു തരുന്നതാണ്. അതെ, ഇത് മാറിയിട്ട് അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെ കയറണം. അതെ, അടിപൊളിയാണ്. അതെ, നിങ്ങളാ കൊണ്ടഗിരി ഹിൽ അല്ലെ? കൊണ്ടഗിരി ഹിൽ എന്നല്ലേ പറഞ്ഞ? കൊണ്ടഗിരി ഹിൽ. എന്റെ പൊന്നളി ആ സീന് അമ്മത് സീനാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഞാൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്താണ്. കാരണം ഈ തെളിച്ചം വരാൻ വേണ്ടിട്ട് കൂടെയായിരുന്നു ഫുള്ള്. കോട മാറിയിട്ടുണ്ട്. തലകറങ്ങണ് അങ്ങോട്ട് ചാടാനുള്ള ടെൻഡൻസി അതാണ്. ഷാസേ, നമ്മൾക്ക് ഇവിടുന്നല്ലേ വന്നത്. ഇതിലിങ്ങനെ കയറി ഇവിടെ എത്തി. നോക്കിയിറങ്ങി നോക്കിയിറങ്ങട്ടാ. ഓ നമ്മളിവിടെ വന്ന ടൈമിൽ 4 വട്ടം കയറിയെന്ന് ഈ മലയില്. അവൻ എന്ത് കേട്ടാണ് അവൻ കയറണം. 8:30 അവൻ കയറിട്ട് നമ്മൾ 8:30 ഇവിടുന്ന് കയറി. നമ്മ തിരിച്ചിറങ്ങണത് 1 മണി 1:30 മണി. ആ ടൈമിൽ അവൻ 4 കയറ്റം കയറി ഇറങ്ങി കഴിഞ്ഞ നമ്മള് കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന് കേറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണ. ഏറ്റവും മേളില് നമ്മ എത്തിയപ്പോ 4ാമത്തെ റൗണ്ട് മേളിലെത്തി. എന്താ അവന് ഇവിടുത്തെ മെയിൻ ആളാന്ന് തോന്നുന്നുണ്ട്. അതെ, നമ്മള് എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെ. ഇനിയിപ്പോ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പിടിക്കാൻ. അതെ, അടുത്ത നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ബൈ.